അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെയായി ഹൃദ്രോഗത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. നമ്മൾ പലപ്പോഴും ഹൃദ്രോഗത്തെക്കുറിച്ചാണ് പറയാറുള്ളത്. എന്നാൽ ഹൃദ്രോഗം തടയാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ ഡോക്ടറാണ്. ഡോക്ടറെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ആണ് സംസാരിച്ചത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും പറയും പുതിയൊരു തലമുറക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനിരിക്കുന്നു, നിങ്ങളൊക്കെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ നമ്മൾ ശ്രോതാക്കളോട് പറയുന്നത് നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ. നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങിച്ചാൽ ആ കാർ വാങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്ലാൻ ചെയ്യും. ഇനി വാങ്ങിയിട്ട് തന്നെ കറക്റ്റ് 1 ഇയർ ആകുമ്പോഴത്തേക്ക് സർവീസൊക്കെ ചെയ്ത് അവിടെ നമ്മൾ ഓയിലൊഴിച്ച് സ്പെയർ പാർട്സ് ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ മാറ്റി റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം 1,00,000-ഓളം തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പോൾ തീർച്ചയായും അതിനേക്കാൾ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്നത് നമ്മൾ ഹൃദയത്തെക്കുറിച്ച് തന്നെയാണല്ലോ. അപ്പോൾ ഡോക്ടർ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുടെ ബാക്കി എന്നോണം ആണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഒരു നല്ലൊരു ജീവിതശൈലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ഡോക്ടർ പറഞ്ഞത് നല്ല എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 15-20 മിനിറ്റോളം വാക്കിംഗ്, ഒരു കുറച്ച് വേഗതയിലുള്ള സാധാ നടത്തത്തിനപ്പുറം ചെറിയൊരു കൂടുതൽ ഉള്ള ഒരു വാക്കിംഗ് ആണ്. പിന്നെ ഡോക്ടർ ഈ ജങ്ക് ഫുഡുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. വെയിറ്റ് റിഡക്ഷൻ, വെയിറ്റ് കുറക്കുന്ന കാര്യത്തെക്കുറിച്ച്, എങ്ങനെ വെയിറ്റ് കുറക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മുടെ ശ്രോതാക്കളോട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എന്താണ് പറയാനുള്ളത്? സോ ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞല്ല 7 ഹാബിറ്റ്സ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ റെക്കമെൻഡ് ചെയ്യുക. അതിൽ ഫസ്റ്റ് ടു ഗെറ്റ് ആക്റ്റീവ്, സെക്കൻഡ് ഈസ് ടു ലൂസ് വെയ്റ്റ്, third is to stop smoking, fourth is to eat better, okay, fifth is to reduce your blood sugar, sixth is reduce your cholesterol, seventh is reduce your BP. Ade. So blood pressure, cholesterol, sugar, ഇത് 3 ആണ്. 7 ഹാബിറ്റ്സ് ആണ്. സോ ലാസ്റ്റ് എപ്പിസോഡിൽ വി ഹാഡ് ഡിസ്കസ്ഡ് സ്മോക്കിങ്ങിനെ കുറിച്ചാണ് ഡോക്ടർ. അതെ, സ്മോക്കിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് ഫേറ്റൽ റിസ്ക് ഫാക്ടറാണ്. ഓക്കെ, നമ്മ പ്രസൻറ്റ് കണ്ടീഷനിൽ യങ് ജനറേഷന് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ, ബിക്കോസ് ഓഫ് സ്ട്രെസ്, എന്ത് റീസൺസ് ആർ വെരി വെരീഡ് റീസൺസ് ആണ്. എല്ലാവരും ഒരു പുതിയ റീസണ് കൊണ്ടുവരും എന്തൊക്കെ ആടെ സ്മോക്കിംഗ് ചെയ്യാനുണ്ടോ. ಸೊ ವಾಟ್ ಎವರ್ ಇಟ್ ಈಸ್ ದ ಜನ್ರೇಷನಲ್ ಶಿಫ್ಟ್ ಇಸ್ ದೇರ್. ಓಕೆ, ಅದರಲ್ಲಿ ಸ್ಕೂಲ್ ಟೈಮಲ್ಲಿ കുറച്ചാട് സ്കൂൾ ബാഡ് ഹാബിറ്റ്സ് ആക്കിയിട്ട് ബാഡ് സംഗത്ത് ಅಲ್ಲಿ പോയിട്ട് ദേ സ്റ്റാർട്ട് സ്മോക്കിംഗ് ആൻഡ് ഓൾ. ചീത്ത കൂട്ടുകെട്ടിലൂടെ ചെറുപ്പത്തിലെ അതെ പുകവലി സ്റ്റാർട്ട് ചെയ്യൂ. ആ പുകവലി കുറച്ച് സ്ലോ ആയി സ്റ്റാർട്ട് ആവും. ദെൻ ദേ സ്റ്റാർട്ട് സ്മോക്കിംഗ് പാക്കറ്റ്സ് ടുഗെദർ. അത് കൂടുതലായി കഴിക്കൂ. ನಮ್ಮ ಸಿಗರೆಟ್ಟು ಮದಿ ಪೇಷಂಟಿಗೆ ಸಿಗರೆಟ್ ಈಸ್ ಇನಫ್ ಟು ಪ್ರೊಡ್ಯೂಸ್ ಎಲ್ಲ ಬ್ಯಾಡ್ ಎಫೆಕ್ಟ್ಸ್, ಕ್ಯಾನ್ಸರ್, ಲಂಗ್ಸಿಂದ ಬುದ್ಧಿಮಟ್ಟ, ಹಾರ್ಟ್ ಅಟ್ಯಾಕ್, ಸ್ಟ್ರೋಕ್, ಇದೆಲ್ಲ ಬರುವ ರೀಸನ್ ಆ ಸ್ಮೋಕರ್. ಸೊ ಫಸ್ಟ್ ಒಂದು ಸಿಗರೆಟ್, ಓನ್ಲಿ 1 ಸಿಗರೆಟ್ ಈಸ್ ಇನಫ್. ഓക്കെ, ഇതെല്ലാം ആടുപ്പരല്ല. നാ ഇടയ്ക്കിടയ്ക്ക് സ്മോക്ക് ചെയ്യൂ, സോഷ്യൽ സ്മോക്ക് ചെയ്യൂ, ഫ്രണ്ട്സിൽ കൂടി 2 മാത്രം വലിക്കൂ. നമ്മ ഹാബിറ്റ് ഒന്നും ഇല്ല ഡോക്ടറെ. അത് നമ്മൾ സാധാരണ ഫ്രണ്ട്സ് കൂടെ സംസാരിക്കുമ്പോൾ മാത്രം സിപ്പ് അത് മതി. അത് അനലൈസിസಲ್ಲಿ സ്മോക്കിംഗ് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ಹೆವಿ ಮೆಟಲ್ಸ್, ಅದರಲ್ಲಿ ഉണ്ടാവുക പദാർത്ഥ ടൊബാക്കോ പ്രൊഡക്ട്സ് എല്ലാം നോക്കുമ്പോൾ അത് ബ്ലഡിൽ പോവും. അത് ക്ലിയറൻസ് ആവಕ್ಕೆ മിനിമം 6 months വേണം. ഒരു സ്മോക്കിൻ്റെ കണ്ടൻറ്റ്സ് ನಮ್ಮ ബ്ലഡിൽ പോവും. അത് ക്ലിയർ ആക്കി മിനിമം 6 months വേണം. നമ്മുടെ ശരീരം തന്നെ ക്ലിയർ ചെയ്യാൻ 6 മാസം എടുക്കും. 6 മാസം എടുക്കും ഒരു സിഗരറ്റിൻ്റെ എഫക്റ്റ്. മറ്റേ ഒരു പേഷ്യൻറ്റ് സ്മോക്കിംഗ് ആൻഡ് നോൺ സ്മോക്കിംഗ് ലെവൽ സെയിം ആയി വരಕ್ಕೆ 2 ವರ್ಷ വേണം. ಯು ಆರ್ ನಾನ್ ಸ್ಮೋಕರ್, ಐ ಆಮ್ ಎ ಸ್ಮೋಕರ್. ನಮ್ಮ ಈಕ್ವಲ್ ಇಲ್ಲ.
ഐ ആം എറ്റ് ഹൈ റിസ്ക്. ನಾ ಸ್ಮೋಕಿಂಗ್ ചെയ്യോ ആടല്ല ഹൈ റിസ്ക് ആണ്. ബട്ട് സെയിം റിസ്കಲ್ಲಿ ಬರೋಕ್ಕೆ 2 ವರ್ಷ വേണം ഫുള്ളായി സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാಕ್ಕೆ. സോ ഇറ്റ് വളരെ എന്താ പറയുക ബാഡ് ഹാബിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് അത്ര പ്ലെഷറബിൾ ഇല്ല. സ്മോക്കിംഗ് ഹാബിറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പ്ലെഷർ. സ്മെല്ല് വരൂ, അതെಲ್ಲ വരൂ. മറ്റേ സ്മോക്കിംഗ് ചെയ്യുക ಬೆನಿಫಿಟ್ ವರು ಆಡಿಗೆ ಮಾತ್ರ ಉಂಡು ಆ ಸ್ಮೋಕಿಂಗ್ ಕಂಪನಿ ಓನರ್. ಅದು ಬಿಟ್ಟು ಆ ಎಲ್ಲರಿಗೂ ನಷ್ಟമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാസീവ് സ്മോക്കിംഗ് വളരെ ഡോക്യുമെൻറ്റഡ് ഫെനോമിനൻ ആണ്. പാസീവ് സ്മോക്കർ ನಮ್ಮ ಫ್ಯಾಮಿಲಿ ಫ್ರೆಂಡ್ಸ್ പബ്ലിക് പ്ലേസസಲ್ಲಿ അത് പാസീവ് സ്മോക്കിംഗ് ആവുക. സ്മോക്കിംഗ് ചെയ്യുവാടിಗೆ ബുദ്ധിമുട്ടാണ്. സ്മോക്കിങ്ങിൻ്റെ ഫൈനാൻഷ്യൽ ലോസ് കൂടുതലാണ്. യങ് ഏജಲ್ಲಿ സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യൂ, ആടിൻ്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ദെൻ സ്മോക്കിങ്ങിൻ്റെ ലോസ് ആവും, ഡെത്ത് ആവും. അത് ഫാമിലിയിൽ എഫക്റ്റ് ആവും. ആ ഫാമിലി മൊത്തം പോവും. ഓക്കെ, 3 കാര്യം ഫാമിലിക്ക് തന്നെയാണ് നഷ്ടം. ഇപ്പൊ പാസീവ് സ്മോക്കിങ്ങിലൂടെ നമ്മള് എത്ര പ്രീഷ്യസ് ആയി കൊണ്ടുനടക്കണം മക്കളെ, നമ്മൾ തോളിൽ നടക്കണം, നമ്മൾ ചുംബിക്കണ മക്കളെ, അവരെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മളിത് വലിക്കുമ്പോഴേ അവർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ അവർക്ക് കിട്ടേണ്ട പൈസയാണ് അവർക്ക് കൊടുക്കേണ്ട, അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട പൈസ നമ്മൾ ദൂർത്തടിക്കാണ്. 3ാമത്തെ ഡോക്ടർ പറഞ്ഞ പോലെ അവർക്കുള്ള നമ്മുടെ ഫാമിലി സപ്പോർട്ട് നഷ്ടപ്പെടും. സപ്പോർട്ട് ഇപ്പോൾ പേഷ്യൻസ് ഹാവ് സീൻ പേഷ്യൻറ്റ് ഡൈയിങ് അറ്റ് 40 years. സ്മോക്കിംഗ് ചെയ്ത് 40 years. ആ 40 years ഇസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ലൈഫ് ഓഫ് യുവർ എൻറ്റയർ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്പാನಲ್ಲಿ ದ ಮೋಸ್ಟ್ ಪ್ರೊಡಕ್ಟಿವ್ ಇಸ್ 30 to 40 years. ಅದರಲ್ಲಿ ಆಡ್ ಏರ್ನ್ ചെയ്യൂ, ಫ್ಯಾಮಿಲಿ ಸಪೋರ್ಟ್ ചെയ്യൂ, ಚಿಲ್ಡ್ರನಿಂದ ಫ್ಯೂಚರ್ ಎಲ್ಲ ചെയ്യൂ. ಅದು ಆಡ್ പോകപ്പെടും ಎಲ್ಲ ಸ್ಟ್ರೆಸ್ ಫ್ಯಾಮಿಲಿಯಲ್ಲೇ വരും. ಸೊ ಓವರ್ ಆಲ್ ನೋಡ್ಕೊಂಬೋ ಸ್ಮೋಕಿಂಗಿಂದ ಬೇರೆ ಯಾರಿಗೆ ಬೆನಿಫಿಟ್ ಇಲ್ಲ. ಓನ್ಲಿ ದ ಓನರ್ ಗೆಟ್ಸ್ ದ ಮನಿ. ಎಲ್ಲರೂ ನಮ್ಮ ಡಾಕ್ಟರಿಂದ ಟೈಮ್ ವೇಸ್ಟ್ ಆವು. ಡಾಕ್ಟರ್ಸ್ ಆರ್ ಮೆಂಟ್ ಟು ಟ್ರೀಟ್ ದ ಕ್ರಾನಿಕ್ ಡಿಸೀಸಸ್. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇത് ನಮ್ಮ ഗോഡ് കൊടുത്ത അല്ല കൊടുത്ത ഡിസീസ് ഇല്ല. കുറച്ചാടെ അല്ല കൊടുക്കൂ. ഓക്കെ, ഇത് ആസ്മായിഷാണ്, അല്ല കൊടുക്കൂ. ബട്ട് ഇത് ഒന്നുമില്ല. ഇത് പൈസ കൊടുത്ത് ನಾವು ಹಿಡ್ಕೋ ಲೈಫ್ ಸ್ಟೈಲ್ ಡಿಸೀಸ್ ആണ്. ಸೊ ಐ ಆಮ್ ಸ್ಟ್ರೆಸ್ಸಿಂಗ್ ಆನ್ ದಿಸ್ ಪಾಯಿಂಟ್ ಬಿಕಾಸ್ ಇಟ್ ಈಸ್ ವೆರಿ ಕಾಮನ್. ഇത് വളരെ കോമൺ ആണ്. മൈൻഡ് ദ മിസ്കോൺസെപ്ഷൻ എല്ലാ ആടിൽ എന്താണ്, ನಾವು ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂ, ഒരു പ്രാവശ്യം ചെയ്യൂ, ഇത് ഒന്നുമില്ല. വാട്ട് ഐ സജസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈസ് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് ചെയ്യാം. at least you will have that, but don't give this justification. ഇത് justification വേണ്ട. ഏത് സ്മോക്കിംഗ് ബാഡാണ്. so one has to stop it completely, properly. അത് and what I suggest is that ആടല് വിൽ പവർ ഇല്ലെങ്കിൽ ಬೇರೆ ಯಾರು പരമ്പട്ടില്ല. nobody can force you to stop smoking until unless you have that willpower in yourself. So സ്വയം തീരുമാനിക്കാതെ അതെ once you decide by yourself, then only it can be possible. അത് ഇല്ലെങ്കിൽ അത് പോസിബിളേ ആവില്ല. ഓക്കെ, ബിക്കോസ് nobody is knowing. സ്മോക്കിംഗ് എന്തെങ്കിലും റോസ പോലെയാണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് അല്ല. പുറത്ത് പോയി വലിച്ചു വരും, നമുക്കറിയില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ യു ആൻഡ് അല്ല. ഓക്കെ, സോ ഇറ്റ്സ് ഓൾവേസ് important that you stop it completely. Don't again fall into the trap of starting smoking. Na kore aad kandittundu physically fit. Oru few years last year I had done one angioplasty. Green corridor akitte oru angioplasty cheydarnu. Aad valare fit aanu, extremely fit, playing aad activity cheyu, aad volleyball, cricket, and physically entirely fit. normal BMI unda aad heart attack undu vannu. na choichu endai. So he told me the same thing. edakkedakki friends kude party alli 10 days alli oru ಪ್ರಾಶಮ್ cheyu aad ಬೇರೆ ಒಂದು risk factor ಇಲ್ಲ, ಕೊಲೆಸ್ಟ್ರಾಲ್ ಇಲ್ಲ, ഒന്നും ഇല്ല. സോ സ്മോക്കിംഗ് പോലെ തന്നെയാണ് ഡ്രിങ്കിങ് ഹാസ് വെരി ബാഡ്. അത് വളരെ തീരെ ബാഡാണ്. സോ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആർ ദ ലൈഫ് സ്റ്റൈൽ വിച്ച് വി പേ ആൻഡ് അക്വയർ ഇറ്റ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്. സോ ദിസ് ഇസ് ദ തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ്, ನಮ್ಮ AH7 ಗುಡ್ ലൈഫ് സ്റ്റൈലಲ್ಲಿ ഫോർത്ത് പോയിന്റ് ഈസ് ടു ഈറ്റ് ഹെൽതി. ഓക്കെ, ഈറ്റ് ഹെൽതി ആണെങ്കിൽ കുറേ ഡയറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഡയറ്റ് ഒരു പോപ്പുലേഷനിൽ കൊടുത്ത് സ്റ്റഡി ചെയ്തു, ಬೇರೆ ಡಯಟ್ ಬೇರೆ ಪಾಪ್ಯುಲೇಷನಿಗೆ കൊടുത്ത് സ്റ്റഡി ചെയ്തു. ഏത് പ്രൊഡക്ട്സ് ആർ
ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അത് തീരുമാനം ചെയ്തു. ഓക്കെ, ആ ഹെൽത്തി ലൈഫ് സ്റ്റൈലಲ್ಲಿ ಹೆಲ್ದಿ ಈಟಿಂಗ್ ಹ್ಯಾಬಿಟಲ್ಲಿ ಮೋಸ್ಟ್ ಇಂಪಾರ್ಟೆಂಟ್ ಈಸ್ ಈಟಿಂಗ್ green leafy vegetables. Okay, then second is to increase the intake of fruits. Fruits ಅಲ್ಲಿ ಮೋಸ್ಟ್ ಇಂಪಾರ್ಟೆಂಟ್ ಫ್ರೂಟ್ಸ್ ಆರ್ ಸಿಟ್ರಸ್ ಫ್ರೂಟ್ಸ್. ಓಕೆ, ಆರೆಂಜ್, ಮೊಸಂಬಿ, ಆ ಟೈಪ್ ಇನ್ ಫ್ರೂಟ್. സ്വീറ്റ് പ്രിഫറൻസ് ഡോക്ടറെ പച്ചക്കറി green vegetables are the most preferred one. Then you have to increase the number of fruit intake. Okay, varu serving minimum varu serving venu, korchaadu pare 3 serving angane venu, but varu serving madiyavu. Adralli most important fruits are apple, citrus fruit, anar, ee type fruits. Avoid cheyo fruits ana mango. Full ಎಲ್ಲರೂ ಇಷ್ಟಾണ്, ಎಲ್ಲರಿಗೂ ಅದು ಇಷ್ಟಾണ്, ಬಟ್ ವಾಟ್ ದೇ ಸಜೆಸ್ಟ್ ಡೋಂಟ್ ಈಟ್ ಟೂ മച്ച് ക്വാണ്ടിറ്റി. ഫുള്ളായി ക്വാണ്ടിറ്റി വേണ്ട, കുറക്കുക. ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കുക. ചീക്കു ഫ്രൂട്ട്, മാംഗോ ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട് അത് കുറച്ച് ഫുള്ളായി നിർത്താൻ ആവശ്യമില്ല. ബട്ട് സേ ഇഫ് യു ആർ ടേക്കിംഗ് ഫുൾ മാംഗോ അത് ഹാഫ് കടിക്കുക. ഒരു സിಟ್ಟಿಂಗಲ್ಲಿ ಹಾಫ್ ಕಡಿക്കുക, ಬೇರೆ ಸಿಟ್ಟಿಂಗಲ್ಲಿ ಹಾಫ್ ಕಡಿക്കുക. ഒരു ടൈമಲ್ಲಿ ഫുള്ളായി കടിച്ചോ ആവശ്യമില്ല. നമ്മളിവിടെ സാധാരണ കാണാറുള്ളത് സുലഭമായി കിട്ടുന്ന ഫ്രൂട്ട് ഇരുന്ന് കഴിക്കാറാണ്. അതെ, ഇപ്പം മാങ്ങ, ചക്ക പോലത്തെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്ന ചിക്കു പോലത്തെ സാധനങ്ങൾ ഇരുന്ന് കഴിക്കാൻ കൂടുതലായി കഴിക്കും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്യോ ആവശ്യമില്ല. ബട്ട് ദേ സേ ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് ദീസ് ഫ്രൂട്ട്സ്. ഒരേ സമയത്ത് ഒരുപാട് കഴിക്കുന്നതിന് മിക്സ് ആക്കി കഴിക്കാം, അത് പ്രശ്നമില്ല. ഫ്രൂട്ട് ഇൻ ക്വാണ്ടിറ്റി. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓയിലാണ്. നമ്മൾ ഓലിവ് ഓയിൽ ഡ്രസ്സിങ് വേണം. ഓക്കെ, വാട്ട് ദേ റെക്കമെൻഡ് ഈസ് അത് 4 വാൾനട്ട്, കാജു, ബാദാം, അത് 4 ക്വാണ്ടിറ്റി കൂടുതലാക്കുമ്പോൾ ഹാംഫുള്ളാണ്. ഈ ടൈപ്പ് ഡയറ്റಲ್ಲಿ 4 ഡ്രൈ ഫ്രൂട്ട്സಲ್ಲಿ ഇതാണ് കാജു, ബദാം, വാൾനട്ട്. അത് ഓലിവ് ഓയിൽ ഡ്രസ്സിങ് ആക്കിയിട്ട് കഴിച്ച് അടിപൊളിയാണ്. മെഡിറ്ററേനിയൻ ഡയറ്റാണ്. ദാറ്റ് ഈസ് ദ ഡയറ്റ് ഓഫ് അവർ മിഡിൽ ഈസ്റ്റ്. ഓക്കെ, ഇതാണ് റെക്കമെൻഡഡ് ആണ്. ഓയിൽ യൂസേജಲ್ಲಿ അഗെയിൻ ലോട്ട് ഓഫ് കോൺട്രവേഴ്സി ഉണ്ട്. കോക്കോനട്ട് ഓയിൽ ഗുഡാണ്, ബാഡാണ്, അത് കോൺട്രവേഴ്സി ഉണ്ട്. ഓവറോൾ നോക്കുമ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. കോക്കോനട്ട് ഓയിൽ യൂസേജ് ഷുഡ് ബി അവോയ്ഡഡ്. അത് നോർമൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഓർ മിക്സ്ഡ് ഗ്രെയിൻ ഓയിൽസ് അത് കഴിക്കുക. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കുറക്കും. മറ്റേ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട പദാർത്ഥ കൂടുതലാക്കും. ഓക്കെ, അതാണ് മെയിൻ ഇഷ്യൂ. സോ ഡയറ്റലി ബേസിക്കലി എന്നാ പറഞ്ഞു, പച്ചക്കറി, ഫ്രൂട്ട്സ്, ആൻഡ് ദെൻ വി ഹാവ് ടു യൂസ് എ പ്രോപ്പർ ഓയിൽ. അത് കൂടെ നമ്മ കേരളത്തെ ഫേവറേറ്റ് ഫിഷ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി മച്ച് റെക്കമെൻഡഡ്. ഏതാണ് ഫ്രൈ ചെയ്യൂ, കറി ചെയ്യൂ, എസ്പെഷ്യലി ഓയിലി ഫുഡ്, ചാല, മത്തി, ഈ ടൈപ്പ് ഫിഷ് കൂടുതലാക്കി കഴിക്കുകയാണെങ്കിൽ അതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, നാച്ചുറൽ ഫാറ്റി ആസിഡ്സ്. ദേ ആർ വെരി ഗുഡ് ഫോർ അവർ ബോഡി. ഓക്കെ, ദ മോസ്റ്റ് പ്യൂറസ്റ്റ് ഫോം ഓഫ് omega-3 ഫാറ്റി ആസിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഫിഷ്. എസ്പെഷ്യലി ഈ ടൈപ്പ് നമ്മൾ സാൽമൺ അതെല്ല ഫിഷ് ഉണ്ടാവും, അത് ടോപ്പ് ക്വാളിറ്റി പ്രോട്ടീനാണ്. ഓക്കെ, ദെൻ യു ക്യാൻ ഈറ്റ് എഗ്സ്. ഓക്കെ, 2 എഗ് യു ക്യാൻ കഴിക്കുക. മീൻ ഡോക്ടർ പറഞ്ഞ മീനുകളൊക്കെ പൊരിച്ച് കഴിക്കുകയാണോ നല്ലത്, അതോ ബെസ്റ്റാണ്? ഇത് നമ്മ കറി ഈസ് ദ ബെസ്റ്റ്. ഫ്രൈഡ് ഐറ്റംസ് കുറച്ച് കുറക്കാം. ഓക്കെ, ദെൻ എഗ്സ് 2 ഫുൾ എഗ് യു ക്യാൻ ടേക്ക്. ഓക്കെ, കൊളസ്ട്രോൾ ഉണ്ട ആടലി ಎಲ್ಲೋ ഒഴിവാക്കാം. കൊളസ്ട്രോൾ ഇല്ലാത്ത ആടലി അത് സ്ഥിരമായി കഴിക്കാം. അത് ഫുൾ എഗ് ഇത് മാറ്റി വെക്കാം. നല്ല കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മഞ്ഞ ഒഴിവാക്കിയിട്ട് കഴിക്കാം. That is a very very complete protein. Egg is called as a complete protein. Then you have to stop dairy products. Okay, പുറത്ത് പോയിട്ട് ബേക്കറി ഐറ്റംസ് അല്ല, ബേക്കറി ഐറ്റംസ് നോട്ട് ഡെയറി പ്രൊഡക്ട്സ്. ഡെയറി പ്രൊഡക്ട്സ് ಅಲ್ಲಿ കർഡ്, മിൽക്ക് ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. കർഡ് കഴിക്കുക, മിൽക്ക് കഴിക്കുക, അതൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ബട്ട് ಬೇಕ್ರಿ ಐಟಮ್ಸ್ ಶುಡ್ ಬಿ ಅವಾಯ್ಡೆಡ್. ಎಸ್ಪೆಷಲಿ ಅದು ನಮ್ಮ ಡಾಲ್ಡಾ ಉಂಡ ಪ್ರೊಡಕ್ಟ್ಸ್ ಅದು വളരെ ಡೇಂಜರಸ್ ആണ്. പാം ഓയിൽ യൂസ് ചെയ്യുവാട് ടേസ്റ്റി അതിന് ആവും. എനിത്തിങ് വിച്ച് ഹാസ് ഷുഗർ ആൻഡ് പാം ഓയിൽ ഈസ് വെരി ടേസ്റ്റി. ഓക്കെ, അത് കോൺസെപ്റ്റാണ്. അത് അട്രാക്ട് ചെയ്യുക മെക്കാനിസം. റെസ്റ്റോറൻറ്റ് ആട് ബിസിനസ് ചെയ്യുക മെക്കാനിസം അതാണ്. they try to put more of this so that it becomes more tasty. So ഇത് രണ്ടും നമ്മുടെ ശത്രുക്കളാണല്ലേ? അതെ, അത് നമ്മുടെ ശത്രുവാണ്. സോ ബേസിക്കലി ഫുഡ് ബിക്കംസ് മോർ ടേസ്റ്റി. മറ്റേ അത് ക്രേവിങ് വരും. ഓക്കെ, ക്രേവിങ് എസ്റ്റാബ്ലിഷ് ആവും ഇത് ഷുഗർ പ്രൊഡക്ട്സിൻ്റെ. സോ
the most important thing to be avoided in the diet ആണെങ്കിൽ ഷുഗറാണ്. ഓക്കെ, ഷുഗർ എസ്പെഷ്യലി ഈ ഷുഗർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ನಮ್ಮ ಸಾಫ್ಟ್ ಡ್ರಿಂಕ್ಸ್. ವರು ಕೋಲ್ಡ್ ಡ್ರಿಂಕ್, ವರು ನಮ್ಮ 250 ml 300 ml ಕೋಲ್ಡ್ ಡ್ರಿಂಕ್, ಪೆಪ್ಸಿ, ಕೋಕೋ ಕೋಲಾ, ಥಮ್ಸ್ ಅಪ್, ಈ ಟೈಪ್ ಕೋಲ್ಡ್ ಡ್ರಿಂಕ್ ಈಸ್ ಈಕ್ವಲ್ ಟು ಸ್ಮೋಕಿಂಗ್ 1 cigarette. അത്ര ഡേഞ്ചറസ് ആണത്. ನಮ್ಮ ಪಿರಾಮಿಡ್ ಉಂಟು, ಡೇಂಜರಸ್ ಇಂದ ಪಿರಾಮಿಡ್ ಉಂಟು, ಅದರಲ್ಲಿ ಮ್ಯಾಕ್ಸಿಮಮ್ ಲೆವೆಲಲ್ಲಿ ಇದೆಲ್ಲ ಉಂಟು. ರಿಫೈನ್ಡ್ ಕೋಲ್ಡ್ ಡ್ರಿಂಕ್ಸ್ ಮತ್ತು ಸ್ಮೋಕಿಂಗ್, ಇದೆಲ್ಲ ಫುಡ್ ಐಟಮ್ಸ್. ಸೊ ಬಿಕಾಸ್ ನಮ್ಮ ಜನ್ರೇಷನಲ್ಲಿ ಅದು വളരെ ಕಾಮನ್ ആണ്. they don't realize the side effects of drinking that when they are drinking. Once in a while is fine. Ad habit varana, again it will form a habit to you, because ad selling mechanism adana. Okay, angane nama addiction varulla, social media addiction varulla. We cannot stay without mobile phones. That is how they build the food products, so that you come back again and again. Nama KFC, McDonald's ella avrdu selling logic adana. Once you put these things, it becomes attracted to you, and then you go and eat that. So it is unhealthy. So I think I covered most of the food items. Okay, to ഡോക്ടർ, സാധാരണ നമ്മൾ ബിരിയാണി പോലെയുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഹെവി മീല് സാധാരണ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ മേലെ എല്ലാവരും പറയുന്നതാണ് ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഒരു സിപ്പ് പെപ്സി, ഒരു സിപ്പ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഒരു തവണ പുകവലിക്കുന്നതിനേക്കാൾ സെയിം ആണ്, അപകടമാണ് എന്ന് പറഞ്ഞു. വാട്ട് ഐ സജസ്റ്റ് ഇസ് ദാറ്റ് വൺസ് ഇൻ എ വൈൽ ഇസ് ഫൈൻ. ഓക്കെ, ഇടയ്ക്ക് ഈവെൻറ്റಲ್ಲಿ പോവും, മാരേജಲ್ಲಿ പോവുകയാണെങ്കിൽ വൺസ് ഇൻ എ വൈൽ ഇസ് ഫൈൻ. ബട്ട് കുറച്ചാട് ഇത് ഹാബിറ്റ് ചെയ്യൂ. ഓക്കെ, വീട്ടിൽ വന്ന് ഫ്രിഡ്ജ് നോക്കൂ, ഫുള്ളായി പെപ്സി ഉണ്ടാവും, അവിടെ ഫുള്ളായി ഇത് ഡ്രിങ്ക്സ് ഉണ്ടാവും. സോ അത് ബാഡാണ്. വൺസ് ഇൻ എ വൈൽ ഹാവിങ് ഫുഡ്, ഓക്കെ, ನಮ್ಮ ಇಷ್ಟಾದ ಫುಡ್ಡಾണ്, ബിരിയാണി കഴിക്കുക, എല്ലാം കഴിക്കുക. ಬೇಸಿಕಲಿ ವಾಟ್ ದಿಸ್ ಇಸ್, ചോറ് കുറക്കൂ. ഓക്കെ, ചോറ് ഉച്ചയ്ക്ക് മാത്രം ഒരു കപ്പ് മാത്രം കഴിക്കൂ. ഓക്കെ, അത് നൈറ്റಲ್ಲಿ ചപ്പാത്തി മാത്രം കഴിക്കൂ. മറ്റേ സീരിയൽസ്, ദാൽ, ഏത് ദാൽ ആ ക്വാണ്ടിറ്റി കൂടുതലാക്കൂ. ഇത് ನಮ್ಮ നോർമൽ ഡയറ്റാണ്, ഡേ ടു ഡേ ഡയറ്റ് ഇതാണ്. ಬಟ್ ಒಂದು ಸಂಡೇ ಬರೋ ಎಲ್ಲರೂ ಉಂಡಾವು, ಅಪ್ಪು ಸಂಡೇಲಿ ಬಿರಿಯಾನಿ ಕಡಿಕೂ, ಅದೊಂದು ಪ್ರಶ್ನೆ ಇಲ್ಲ. ಒಂದು ಸಿಪ್ ಪೆಪ್ಸಿ ಕಡಿಕೆ, ಅದು ಪ್ರಶ್ನೆ ಇಲ್ಲ. ಬಟ್ ಅದು ಫುಲ್ಲಾಗಿ ಅದು ನಮ್ಮ ಲೈಫ್ ಸ್ಟೈಲಲ್ಲೇ ಕೊಂಡುವರು. ആട് ഫുൾ ഗ്ലാസ് കുടിക്കൂ, ചെറിയ കുട്ടിനും കുടിക്കൂ. 2 വർഷത്തെ കുട്ടി ഫേവറേറ്റ് ഡ്രിങ്കാണ് പെപ്സി. അത് വെരി ഡേഞ്ചറസ്, ബിക്കോസ് ഇറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് വിൽ ഫോം ഹാബിറ്റ്. സോ പ്രോഗ്രാമുകളെ നമ്മൾ ഫങ്ഷൻ, ഫാമിലി ഫങ്ഷൻ ആവട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടുന്ന അങ്ങനത്തെ ഫംഗ്ഷനുകളായിട്ട്, അതൊക്കെ മുമ്പത്തെ പോലെയല്ലല്ലോ ഡോക്ടറെ, വളരെ കോമൺ ആയിട്ടാണ്. മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഗെറ്റ് ടുഗദറുകൾ എന്തെങ്കിലും ഒരു കാരണത്തിലുണ്ടാവും. അതെ, അപ്പോൾ അങ്ങനത്തെ ആളുകൾ നന്നായി സൂക്ഷിക്കണം എന്ന് കൂടിയാണ് ഡോക്ടർ പറഞ്ഞത്. കറക്റ്റ്. വാട്ട് ഐ സജസ്റ്റ് ദാറ്റ് യു ഡു എവറിത്തിങ് ഇൻ മോഡറേഷൻ. നമ്മ ക്വാളിറ്റി ഓഫ് ലൈഫ് കോംപ്രമൈസ് ചെയ്യുക ആവശ്യമൊന്നും ഇല്ല. ഫുള്ളായി തീരെ ജയിൽ ലൈഫ് പോലെയൊന്നും ആവശ്യമില്ല. ബട്ട് moderation should be important. Other ati extremes are very bad. Doing everything extreme, daily biryani kadiko avashilla, that is bad. Once in a while is fine. So especially for diet, what I suggest is that diet nama current generation of cardiologist nokombo adatra strict ai now parella. Okay, because it is important, but quality of life is also important. adella moderationally idella points you keep in mind, and then you follow the diet is more important than following either very extreme diet. ഒന്നും ഇല്ലാതെ നാ കുറേ ആട് കണ്ടിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് ആയ ശേഷം ഫുള്ള് തെള്ളാവും, ഒന്നും കഴിക്കണില്ല. വൈഫ് ഫുള്ള് സ്ട്രിക്റ്റ് ആവും, ഒന്നും കൊടുക്കല്ല ആടിಗೆ. ആട് വന്നു സാർ ഒന്നും കൊടുക്കുന്നില്ല ഫുഡ്, എന്താ ചെയ്യുക? അതിന് ബാഡാണ്. മറ്റേ ഫുൾ അൺകൺട്രോൾഡ് ലൈഫ് സ്റ്റൈലും വേണ്ട, ഫുള്ളായി ഒബേസായി വെയിറ്റ് കൂട്ടി, അത് പറ്റില്ല. നടു path is more important than following either of the extremes. Okay, so now we'll be going to the fifth point. Adu basically to reduce your cholesterol. Okay, adu ellaru ippo generation alle namma ellarigu ariya
ചീത്ത കൊളസ്ട്രോൾ എന്താണ്, ഗുഡ് കൊളസ്ട്രോൾ എന്താണ്, കൊളസ്ട്രോൾ കൺട്രോൾ വേണോ, എല്ലാവരും ഫസ്റ്റ് ടെസ്റ്റ് പോയി ലാബിൽ ചെയ്യുക ടെസ്റ്റാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യൂ. സോ ദാറ്റ് ഈസ് വെരി ഗുഡാണ്. അത് നമ്മ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയുടെ ഒരു സൈനാണ്. സോ അതിൽ സെയിം ഇറ്റ് ഹാസ് ഓവർലാപ്പ് വിത്ത് ഡയറ്റാണ്. സോ കൊളസ്ട്രോൾ കൂടുതലാവുക റീസൺസ് കൺസംഷൻ ഓഫ് എക്സസീവ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആർ ബാഡ് ഫോർ ഹെൽത്ത്. സോ എസ്പെഷ്യലി നമ്മ പാം ഓയിൽ, ഡാൽഡ, ഈ ടൈപ്പ് ഫുഡ് മറ്റേ പുറത്ത് പോയപ്പോഴോ റിപ്പീറ്റഡായി ഫ്രൈ ചെയ്യുമല്ലേ, വെറും ഓയിലല്ലേ, കുറേ ടൈംസ് ഫ്രൈ ചെയ്യൂ. ചിക്കൻ 65, ഫിഷ് എല്ലാം അഗെയിൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫുഡ്. ഒരു നല്ലൊരു തിരിച്ചറിവാണ് ഡോക്ടർ ഈ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ച് വരുത്താനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഡോക്ടറുടെ വളരെ വിലപ്പെട്ട സമയത്തിൽ ഇവിടെ നടക്കുന്ന ഡിസ്കഷനിലൂടെ മനസ്സിലാവുന്നത്. നമുക്കെല്ലാവർക്കും ഒരുപാട് വെളിച്ചം കിട്ടുന്ന സംസാരമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൊളസ്ട്രോൾ എന്ന അപകടകാരിയെ എങ്ങനെ അതിനെ പിടിച്ച് കെട്ടാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡിലൂടെ നമുക്ക് ബാക്കി ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഡോക്ടറെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.